ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ജന്മനാലുള്ള ശീലം അതൊരിക്കലും മനുഷ്യൻ നഷ്ടപ്പെടുത്തില്ല, മറക്കില്ല എന്നൊക്കെയാണ്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇതാ ഇപ്പോൾ കോൺഗ്രസ് പതിവ് പോലെ ആ തമ്മിലടി ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂർ വിജയത്തിൻ്റെ എന്താ പറയുക പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ ആരാണ് മുന്നിൽ, ആരാണ് വമ്പൻ എന്നതിനെ ചൊല്ലി തമ്മിലടി, വാക്കുകൾ കൊണ്ട് തമ്മിലടി ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശം? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ തമ്മിലടി നാം കണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് അവിടെ നടക്കുന്നത്. ആകെ 71 സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി വലിയ രീതിയിൽ ചർച്ച നടക്കുന്നത്. എന്തായാലും തയ്യക്കടക്കാരന്റെ കയ്യിൽ 2 ഡ്രസ്സുകളാണുള്ളത്. 2 പേരാണ് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വി ഡി സതീശനും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുമാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആ ഡ്രസ്സ് എന്തായാലും ആ രീതിയിൽ കുപ്പായം തയ്ക്കാൻ നൽകിയിരിക്കുന്നത്. എന്തായാലും ആ അടി കുറച്ചുനാള് ഇല്ലാതിരുന്നു. അത് ശശി തരൂർ വന്നതിന് പിന്നാലെയാണ്. അദ്ദേഹം 3ാമത്തെ തയ്യക്കടക്കാരന് സമീപിച്ചതിന് പിന്നാലെയായിരുന്നു. കാരണം ഈ 2 ടീമും ഇവർ തമ്മിലൊരു വെടിനിർത്തൽ വന്നു. രമേശ് ഈ ശശി തരൂരിനെ വിമർശിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും ശശി തരൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ. അതിന് പിന്നാലെയാണ് വീണ്ടും തർക്കം ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പറയുകയാണ്, ഞാനും പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. ആ കാലത്തും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടായപ്പോൾ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് ഇപ്പോൾ വി ഡി സതീശൻ ഇത്തരം ഒരു വിജയം കൊയ്തപ്പോൾ, തുടർച്ചയായ വിജയം കൊയ്തപ്പോൾ അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു. വലിയ രീതിയിലുള്ള പുകഴ്ത്തലുകൾ ഉണ്ടാക്കുന്നു. ആ പുകഴ്ത്തലിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ വേദനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പണ്ട് നാം കണ്ടതാണല്ലോ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് അടിക്കാനായി അടുത്ത മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്ത് വരികയാണ്. ആദ്യം അതിൻ്റെ തുടക്കമായിരുന്നു നാം NSSന്റെ ആസ്ഥാനത്ത് കണ്ടത്. പിന്നീട് അത് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുക്കുന്നു, പാണക്കാട് തങ്ങൾ ഏറ്റെടുക്കുന്നു, മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നു. അങ്ങനെ അന്ന് ചിലപ്പോൾ ചിലരെല്ലാം പറയുന്ന കേട്ടോ, എന്തോ അത് NSSന്റെ ആസ്ഥാനത്ത് നടന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമായിരുന്നു. കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കാനുള്ള പ്രഖ്യാപനം NSSന്റെ ആസ്ഥാനത്ത് നടത്തുന്നതായുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള അത് തമാശ രൂപേണ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അത്തരം വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വി ഡി സതീശൻ കുറച്ച് പിന്നോട്ട് പോയതായിരുന്നു. പക്ഷെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി തന്നെ അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ നോക്കിയാൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും തൊട്ടു പിന്നാലെ ഈ പറഞ്ഞതുപോലെ പാലക്കാടും ചേലക്കരയിലും ഇവിടെയൊക്കെ ഈ സതീശൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാം. ഈ പറഞ്ഞ പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ചേലക്കരയിൽ സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു. എന്നിട്ടും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവിടെ വലിയ രീതിയിൽ വോട്ട് പിടിച്ചു. ഇതിപ്പോൾ നിലമ്പൂരിൽ വളരെ കൃത്യമായിട്ട് സതീശൻ്റെ ഒരു മേൽക്കൈ നമുക്ക് കാണാൻ സാധിക്കും. സതീശൻ നിലമ്പൂർ LDFൻ്റെ കയ്യിലിരുന്ന മണ്ഡലം പിടിച്ചെടുത്തു. അതും നല്ല ഭൂരിപക്ഷത്തിന് പിടിച്ചെടുത്തു. അൻവറിൻ്റെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ക്രെഡിറ്റ് സതീശന് കൊടുത്തേ മതിയാവൂ. അല്ല, അങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന സംശയമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്നത് തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ അല്ല. കേരളത്തിലെ കേഡർ പാർട്ടികൾ നാം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അധികം കേഡർ പ്രസ്ഥാനം CPM ആണ്. അതെ, CPM കഴിഞ്ഞാൽ നാം പിന്നീട് പരിശോധിക്കുകയാണെങ്കിൽ കേഡറുകൾ ഏറ്റവും കൂടുതലുള്ളത് BJP ആണ്. അതെ, 3ാമത് ഏറ്റവും കൂടുതൽ കേഡറുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. അതെ, കോൺഗ്രസ് അല്ല. അതുകൊണ്ട് തന്നെ പാലക്കാടായാലും ഈ നിലമ്പൂരായാലും കോൺഗ്രസ് വർക്ക് ചെയ്തില്ലെങ്കിലും വോട്ട് പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഈ ഇത്തരം കൊട്ടിക്കലാശത്തിനുമല്ല ആളെ കൂട്ടാനും പ്രചരണത്തിനും ആളെ ഇറക്കാനും ലീഗിന് കഴിവ്. അപ്പോൾ അത് വി ഡി സതീശന്റെ വിജയമാണോ മുസ്ലിം ലീഗിന്റെ വിജയമാണോ എന്നതാണ് സംശയം. അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ പത്തനംതിട്ടയിലോ തെരഞ്ഞെടുപ്പ് നടന്ന് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കാമായിരുന്നു വി ഡി സതീശന്റെ വിജയമാണെന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പാലക്കാടിനോടൊപ്പം നടന്ന ചേലക്കര ഉണ്ടല്ലോ, ചേലക്കരയിൽ എന്താണ് രാധാകൃഷ്ണൻ എന്ന ഒരു വ്യക്തിപ്രഭാവവുമായി ബന്ധപ്പെട്ടാണ് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ആ സ്ഥാനാർത്ഥി ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് എത്രയാണ്? ഈ സെയിം വോട്ടാണ്, 10,000 വോട്ടിന്റെ വിജയമായിരുന്നു.
ഈ അദ്ദേഹം മാറി രാധാകൃഷ്ണൻ വരുന്നു. രാധാകൃഷ്ണൻ വലിയ രീതിയിലുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് വോട്ടുകൾ നേടുന്നു. അദ്ദേഹത്തിന്റെ കഴിവെന്തെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു തരി മതിയല്ലോ. കാരണം 18-19 അടുത്തും CPM പരാജയപ്പെട്ടപ്പോൾ ഒരു നേതാവ് മാത്രം വിജയിച്ചു കയറുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജനകീയതയ്ക്ക് കിട്ടിയ വോട്ടാണ് ചേലക്കരയിൽ അന്ന് സംഭവിച്ചത്. ആ വോട്ട് തന്നെ ചിലപ്പോൾ ഇനി ലഭിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കാൻ വന്നാൽ ആ വോട്ടുകൾ ലഭിക്കും. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഇടതുപക്ഷം കുറവും വലതുപക്ഷം കൂടുതലുമായുള്ള ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പിണറായി അടക്കമുള്ളവർ വലതുപക്ഷം മാറിയപ്പോഴും ഇപ്പോഴും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു കർഷകനാണ് ഈ രാധാകൃഷ്ണൻ. അത് ആ ജനങ്ങൾക്കറിയാം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വോട്ട് നേടാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ VD സതീശന്റെ കരുത്തും കഴിവും തെളിയിക്കാൻ ഉള്ള ഒരു അവസരമായിരുന്നു ചേലക്കര. അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അല്ല, നിലമ്പൂരിൽ 40% ന്യൂനപക്ഷമുള്ള അത്രത്തോളം എല്ലാ പഞ്ചായത്തിലും സ്വാധീനമുള്ള മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ ആരെയാണ് CPM പരാജയപ്പെടുത്താനുള്ളത്? ആരെയാണ് കോൺഗ്രസിന് ഭയപ്പെടാനുള്ളത്? ഈ 2016 21 വലിയ തരംഗമുണ്ടായപ്പോൾ മലപ്പുറത്തെ പല മണ്ഡലങ്ങളിലേക്കും കടന്നു കയറാൻ CPM കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി UDF ആണ്, അല്ലെ? ആ രീതിയിലേക്ക് വളരെ ശക്തിയുള്ള ഒരു സംഘടനാ സംവിധാനം മലപ്പുറത്ത് UDF-നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാടുമുണ്ട്. അതുകൊണ്ട് VD സതീശൻ എന്തായാലും തൻ്റെ കഴിവായി ഇവിടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അത് ആ പാർട്ടിക്ക് തന്നെയാണ് തിരിച്ചടി. ആ പാർട്ടിക്ക് ഈ VD സതീശനും രമേശ് ചെന്നിത്തലയുമായുള്ള വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കാൻ CPM തയ്യാറെടുക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് പിണറായി എന്ന ഒരു നേതാവ് മാത്രം, മറുഭാഗത്ത് ഒരു വലിയ രീതിയിൽ അവിടെ ആരാണെന്ന് അറിയില്ല. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്, ശശി തരൂരുണ്ട്, അടൂർ പ്രകാശുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്. അതെ, പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ MP-മാർ തന്നെ രംഗത്ത് വരികയാണ്. ഞങ്ങൾക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം രേവന്ത് റെഡ്ഡി കാണുന്ന തെലങ്കാനയിൽ മത്സരിച്ചത് കണ്ടോ, അവിടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല, പിന്നെന്താ ഇവിടെ ബുദ്ധിമുട്ടെന്ന് ചോദ്യം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. അടൂർ പ്രകാശ് മാത്രമല്ല, K. സുധാകരൻ, K. മുരളീധരൻ, ശശി തരൂർ പോലും ഒരു പക്ഷേ AC വേണുഗോപാൽ ഒക്കെ മത്സരിച്ചേക്കും. എന്തായാലും ഒരു 1/2 ഡസനിലധികം നേതാക്കളാണ് ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ആ രീതിയിലാണ് അവിടെ ഈ കോൺഗ്രസിന്റെ പരാജയം. ഇതാണ് നാം നോക്കുകയാണെങ്കിൽ അവസാനം ആകെ 100 സീറ്റിന് അടുപ്പിച്ച് നേടിയിരിക്കുന്ന 2001 കാലഘട്ടത്തിലാണ്. അതിനുശേഷം വന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. അത് ഈ അച്യുതാനന്ദൻ പറയും പോലെ ആർക്കെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കാൻ പോയ ഈ സർക്കാർ വീഴും. ആ രീതിയിലുള്ള സർക്കാരായിരുന്നു 2011 ഉണ്ടായത്. അല്ലാതെ നാം ഇത്രയും 2021 മുതൽ 25 വരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഒരു തവണ മാത്രമാണ് ഒരു കരുത്തോടുകൂടി രംഗത്ത് വരാൻ അവർക്ക് കഴിഞ്ഞത്. മറിച്ച് നാം CPM-ന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 91 അല്ലെ 90 99 80 അല്ലെ 80 ആ രീതിയിലാണ് വലിയ വിജയങ്ങൾ അവർക്ക് കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള സംഘടനാ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇപ്പോഴുള്ള 25 സീറ്റുകൾ CPM പരാജയപ്പെട്ടാൽ പോലും വീണ്ടും അവർക്ക് തന്നെ അധികാരത്തിൽ വരാൻ കഴിയും എന്നൊരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷെ അത് തിരിച്ചറിയാതെ ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രി കുപ്പായം തയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളിലാണ് ഈ നേതാക്കൾ ഉള്ളത്. ഈ നേതാക്കളുടെ തമ്മിലടിയാണ് എന്തായാലും CPM-ന്റെ ഐശ്വര്യം. വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ 2 നേതാക്കളുടെയും ചിത്രങ്ങൾ AKG സെന്ററിൽ തന്നെ വയ്ക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ത്രിപുരയിലായാലും ബംഗാളിലായാലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ ഉള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ ഈ നേതാക്കളുടെ സഹായം കൊണ്ടാണ്. ഈ നേതാക്കളുമുണ്ട്, BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ സ്വാധീനമില്ലാത്തതാണ് ഇവർക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ രീതിയിലുള്ള ഒരു ശക്തി നൽകുന്നത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളും അവരുടെ നേതാക്കളും ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.